യുക്രൈനിൽ റഷ്യൻ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട മലയാളി നാവികൻ അഖിൽ ജോയലിന്റെ മൃതദേഹം തിങ്കളാഴ്ച നാട്ടിലെത്തിക്കും. ജനപ്രതിനിധികളുടെയും സർക്കാരിന്റെയും നിരന്തരമായ ഇടപെടലിലൂടെയാണ് വെള്ളരിക്കുണ്ട് സ്വദേശിയായ അഖിലിന്റെ ഭൗതിക ശരീരം നാടണയുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. Bindu Jewelry. It's a promise of lifetime. ജൂലൈ 19 യുക്രൈൻ കടലിൽ വെച്ച് കപ്പലിന് നേരെയുണ്ടായ റഷ്യൻ ബോംബാക്രമണത്തിൽ മറൈൻ നേവി ജീവനക്കാരനായ അഖിൽ ജോയൽ കൊല്ലപ്പെട്ടത്. നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ വാർത്തയായിരുന്നു ഇത്. കാസർഗോഡ് വെള്ളരിക്കുണ്ട് AKG നഗറിലെ ജോയൽ സാലി ദമ്പതികളുടെ മകനാണ് 26-കാരനായ അഖിൽ. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് അഖിലിന്റെ ഭൗതിക ശരീരം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നത്. യുക്രൈനിൽ നിന്ന് റോഡ് മാർഗം മോൾഡോവയിലെ ചിസിനാവിലും അവിടെ നിന്ന് വിമാനമാർഗം ഇസ്താംബുൾ വഴി ബംഗളൂരുവിലും മൃതദേഹമെത്തിക്കും. കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ, MLA-മാരായ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, സന്ദീപ് വാര്യർ എന്നിവർ ഇതിനായി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയവുമായും നോർക്കയുമായും നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ബംഗളൂരുവിൽ നിന്നും ആംബുലൻസ് മാർഗം തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെ മൃതദേഹം വെള്ളരിക്കുണ്ടിലെ വീട്ടിലെത്തിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വീട്ടിൽ വെച്ച് സംസ്കാര ശുശ്രൂഷകൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2:30 മുതൽ 3 മണിവരെ വെള്ളരിക്കുണ്ട് ലിറ്റിൽ ഫ്ലവർ ഫെറോന പള്ളിയുടെ മുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പൊതുദർശനത്തിനും അന്തിമോപചാരം അർപ്പിക്കാനുമുള്ള സൗകര്യമുണ്ടായിരിക്കും. തുടർന്ന് 3 മണിക്ക് ദേവാലയത്തിലെ പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം സെമിത്തേരിയിൽ സംസ്കാരം നടക്കും. ന്യൂസ് 14 ലൈവ്, കാസർഗോഡ്.